ഇവിടെ നമ്മൾ ആസാമീസ് പണിയെടുക്കുന്നുണ്ട്. അപ്പൊ അവരുടെ കൂടെ എപ്പോഴും 2 പട്ടി പിന്നെ പണി സ്ഥലത്തേക്ക് കൊണ്ടാക്കും, തിരിച്ചു കൊണ്ടുവരും ചെയ്യും. സ്ഥിരം കൊണ്ടേക്കൊണ്ടിരുന്ന ആ പട്ടികൾ ഇന്ന് അവർ ഇതിൽ ജോലിക്ക് പോകുമ്പോൾ 2 പട്ടി ഇവിടെ വന്ന പട്ടി തിരിഞ്ഞങ്ങോട്ട് തന്നെ ഓടി. ഇവര് കണ്ടു, അവർക്ക് മനസ്സിലായി തിരിഞ്ഞങ്ങോട്ട് തന്നെ ഓടി, ഇവിടെ നിന്നില്ല. ഈ ചോലനായ്ക്കളെ തന്നെയാണ് ഈ പട്ടിപ്പുലി എന്ന് വിളിക്കുന്നത്? അല്ല, അത് ഈ പുള്ളിപ്പുലിന്റെ ഇച്ചിരി കൂടെ ചെറുത്. പുള്ളിപ്പുലിയുടെ ചെറിയ സൈസിനെയാണ് ഇന്ന് കണ്ടത്. ശരിക്ക് നല്ല ഏതാണ്ട് ഒരു ഇത്രയൊക്കെ വരുന്നുണ്ട്. വലുതല്ലേ? വലുത് വീഡിയോ കാണുമ്പോൾ നമുക്ക് അത്ര വലുപ്പം തോന്നുന്നില്ല. പക്ഷെ വലുതാണ്. വലുതാ. നമസ്കാരം, ഞാൻ ഇന്നുള്ളത് വയനാട് ജില്ലയിലാണ്. കുറച്ച് നാളുകളായിട്ട് നമുക്കറിയാം വയനാട് മേപ്പാടി പ്രദേശങ്ങളിലൊക്കെ പുലിയുടെ ശല്യം അതിരൂക്ഷമായിട്ട് നിൽക്കുന്ന പ്രദേശങ്ങളാണ്. പല സ്ഥലങ്ങളിലും തേയിലത്തോട്ടങ്ങളിലൊക്കെ പുലികളെ കാണുന്നു, പുലിനെ കൂട് വെച്ച് പിടികൂടുന്നു, അതുപോലെ തന്നെ കെണി കുടുങ്ങുന്നു. ഇത്തരത്തിലുള്ള ഒത്തിരി സംഭവം മേപ്പാടി പ്രദേശത്ത്, മേപ്പാടി മൂപ്പനാട് ഭാഗങ്ങളിലൊക്കെ ഇത് നടക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും കഴിഞ്ഞ ദിവസം ഇതുപോലെ നെടുമ്പാല എന്ന് പറയുന്നത്, മേപ്പാടിക്ക് സമീപമുള്ള നെടുമ്പാല എന്ന് പറയുന്ന സ്ഥലത്ത് കുരുക്കിൽ കുടുങ്ങിയ രീതിയിൽ ഒരു പുലിനെ കാണുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായി. അതിനെ പിന്നീട് ഫോറസ്റ്റുകാരെത്തി കൊണ്ടുപോവുകയായിരുന്നു. അതിൻ്റെ ജസ്റ്റ് ഒരു ക്ലിപ്പ് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഈ ഒരു സംഭവം കഴിഞ്ഞ ആഴ്ച നടന്നതാണ്. അതിനുശേഷം ഇന്ന് ബുധനാഴ്ച മേപ്പാടി നെല്ലിമുണ്ട എന്ന് പറയുന്ന സ്ഥലത്ത് വീണ്ടും പുലിനെ കാണുന്നൊരു സാഹചര്യം ഉണ്ടായി. പുലിനെ കാണുകയെന്ന് മാത്രമല്ല, പുലി മരം കയറുന്നതും മരം ഇറങ്ങുന്നതുമായിട്ടുള്ള ഒരു രംഗമാണ് കണ്ടത്. വളരെ ലൈവായിട്ടുള്ള ഒരു വിഷ്വലാണ് കണ്ടത്. അത് ആ പ്രദേശത്തുള്ള തന്നെ ഒരു ചേട്ടൻ മൊബൈലിൽ പകർത്തുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ആ വിഷ്വൽ ഏതായാലും ഇവിടെ പ്ലേ ചെയ്യാം. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് പട്ടാപ്പകൽ ജനവാസ മേഖലയോട് ചേർന്ന് കിടക്കുന്ന തേയിലത്തോട്ടത്തിൽ നടന്ന ഒരു സംഭവമാണ് ഈ കാണുന്നത്. ഇത്രത്തോളം രൂക്ഷമാണ് ഇവിടുത്തെ അവസ്ഥ. കാരണം പുലിയൊക്കെ ഇങ്ങനെ പകൽ സമയത്ത് പോലും ഇങ്ങനെ മരം കയറുക എന്നൊക്കെ പറയുന്നത് വളരെ ഭീകരമായ ഒരു അവസ്ഥ തന്നെയാണ്. ഏതായാലും ഞാനിപ്പോൾ ആ സംഭവം നടന്ന ആ ഒരു പ്രദേശത്താണുള്ളത്. നമ്മളിനി കാണാനായിട്ട് പോകുന്നത് ആ വിഷ്വൽ എടുത്ത ചേട്ടനെ, അതുപോലെ തന്നെ ആ ചേട്ടൻ എന്തൊക്കെയാണ് എപ്പോഴാണ് സംഭവിച്ചതെന്നൊക്കെ നമുക്ക് അദ്ദേഹത്തോട് തന്നെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. ഈ കാണുന്നതാണ് നെല്ലിമുണ്ട പ്രദേശത്തെ 1-ാം മൈൽ എന്ന് പറയുന്ന ആ ഒരു പ്രദേശമാണിത്. ഇഷ്ടംപോലെ വീടുകളുള്ള സ്ഥലമാണ്. ഈ വഴിക്കൂടെയൊക്കെ ഇഷ്ടംപോലെ വീടുകളാണ്. ഞാൻ വന്ന വഴിയൊക്കെ വീടുകളുണ്ടായിരുന്ന സ്ഥലമാണ്. എന്നാൽ ഒരു സൈഡ് തേയിലത്തോട്ടമാണ്. ഈ തേയിലത്തോട്ടത്തിൽ വെച്ചാണ് ഈ ഒരു വിഷ്വൽ ആ ഒരു ചേട്ടൻ പകർത്തിയത്. നമുക്ക് ഏതായാലും നമ്മോടൊപ്പം ആ ചേട്ടനുണ്ട്. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് ബേബി. ഈ പ്രദേശവാസിയല്ലേ? ഈ പ്രദേശവാസി അല്ല. ഇത് ഇന്ന് എത്ര മണിയായപ്പോഴാണ് സംഭവം? 6:30 രാവിലെ 6:00. ഓഹോ. ഇത് എങ്ങനെയാ ചേട്ടൻ എങ്ങനെയാ ഇതിൽ നടന്നു പോയപ്പോഴാണോ? അതായത് രാവിലെ ഞാൻ ജോലിക്ക് പോയിരുന്നു. എന്തും പോകുന്നതാണ്. ചേട്ടൻ്റെ വീട് അവിടെയല്ലേ? ഇതെൻ്റെ വീട്. കണ്ണല്ലേ? അപ്പോൾ അവിടുന്ന് ചേട്ടൻ എങ്ങോട്ടാ? എനിക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. ആ വഴിക്ക് അങ്ങോട്ട്. അപ്പോൾ രാവിലെ ജോലിക്ക് പോകുമ്പോൾ ഇവിടുന്ന് ഒച്ച കേട്ട് ഈ ഭാഗത്ത് ഭയങ്കരമായി അലർന്ന് വെച്ച കേട്ട്. അപ്പോൾ നോക്കുമ്പോൾ ചോലനായ്ക്കൾ, അതായത് കാട്ടുനായ്ക്കൾ വന്ന് ഇതിന് വളഞ്ഞതാണ്. ഇതിന് സഖി കെട്ടിട്ടാണ് അതിലേക്ക് ആദ്യം ഓടി കയറിയത്. കാട്ടുനായ്ക്കളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അത് കയറിയതാണ്. പല കാട്ടുനായ്ക്കളും അതിൻ്റെ കടിച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നു അതിനെ. അതൊക്കെ പിന്നെ ഒഴിവാക്കി അങ്ങനെയാണ് അതിൽ ആദ്യം കയറിയത്. അപ്പം ഞാനെല്ലാവരും ഒച്ച വെച്ച് എല്ലാവരും ഇറങ്ങി. അപ്പോൾ ജോലിക്ക് എല്ലാ ആളുകളും കടിച്ചു പിടിച്ച രംഗം മുതൽ ചേട്ടൻ കാണുന്നുണ്ട്? ഞാൻ കാണുന്നുണ്ട്. ഞാൻ അവിടെ നിന്ന് കാണുക. അപ്പോൾ ഇതിൻ്റെ രക്ഷല്ല, അങ്ങോട്ട് പോകാൻ രക്ഷല്ല. ഇത് ഈ ചോലനായ്ക്കളിൽ വളഞ്ഞു നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഇത് ഓടി അതിലേക്ക് കയറിയത്.
അപ്പോൾ 7 മണിക്ക് ജോലിക്കുള്ള ആളുകളൊക്കെ പോകുമ്പോൾ എല്ലാവരും ഇവിടെ കൂടി ഈ മരത്തിൽ കയറിയതിന് ശേഷം താഴെ ചാടി ആ ഒറ്റ കാറ്റാടിയിലേക്ക് ഓടി കയറി അതിൽ പതുങ്ങിയിരുന്നു. അതായത് ആദ്യം ചേട്ടൻ എവിടെ നിന്നാണ് കണ്ടേ? ഇത് ഈ മരത്തേന്ന്. അതായത് ആദ്യം ചേട്ടൻ കണ്ടത് ഈ ഒരു മരത്തേന്ന് കേട്ടോ. അപ്പോൾ ചേട്ടൻ ആ സമയത്ത് എവിടെയാണ് നിന്നുകൊണ്ടിരുന്നത്? ഈ മരം അല്ലേ? ആ സമയത്ത് ചേട്ടൻ ഇവിടെ നിന്നേ? ഇവിടെ അവിടെ നിന്നല്ലേ? അവിടെ നിന്നാണ് ആ വീഡിയോ എടുത്തത്? ഞാനല്ല വീഡിയോ എടുത്ത്, മുനീർ എന്ന് പറഞ്ഞ ഒരാളാണ് വീഡിയോ എടുത്തത് അല്ലേ? ഓഹോ, ഞാനല്ല, ഞാൻ ഫോണൊന്നും എടുക്കല്ല പണിക്ക്. ആണല്ലേ? ഓക്കെ. അപ്പോൾ ഈ മരത്തല്ലേ ഇതിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് അടുത്ത് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമോ? അങ്ങോട്ട് കയറാം. ഇവിടെയാ സംഭവം? ഇതിലേക്കാണ് ആദ്യം ഓടി കയറിയത്. ഈ മരത്തല്ലേ? ഇതിലേക്കാണ് ഫസ്റ്റ് ഓടി കയറിയത്. ഈ മരത്തല്ലേ? നഖത്തിൻ്റെ പാട് ഉണ്ടല്ലേ? നഖത്തിൻ്റെ പാടൊക്കെ കാണാം കേട്ടോ. ഇവിടെയുണ്ട്. അങ്ങനെ അള്ളി പിടിച്ചതിലേക്ക് കയറി. ഈ മരത്തല്ലേ? അപ്പോൾ ചേട്ടൻ ആ സമയത്ത് അവിടെ നിൽക്കാം? ഞാൻ അവിടെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഇതിന് ശേഷം ഇതിൽ സഹി കെട്ടിട്ട് വീണ്ടും ഈ ചോലനായ്ക്കൾ കയറാൻ നോക്കി. ഇതിൻ്റെ ചോട്ടിൽ നിന്ന് കയറാൻ ഇങ്ങനെ വട്ടട്ടൊന്ന് ഇതിന്ന് ചാടിയിട്ടാണ് അവിടെ കാണുന്ന ഒറ്റക്കാട്ടിലേക്ക്. ഇതിന്ന് ചാടി ഇതിൻ്റെ അടിയിൽ കൂടെ പോയി? ഇതിൻ്റെ അടിയിൽ കൂടെ പോയി അവിടെ കയറി. കാണുന്ന ഒറ്റ മരം? ഈ കാണുന്നല്ല, അതിൻ്റെ അപ്പുറം നിന്നാലും കാണുള്ളൂ. ഇതല്ല, പോട്ടെ ഇവിടെ ഒന്നുമല്ല. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കറക്റ്റ് അത് എടുത്താൽ മതി. നിങ്ങൾക്ക് ആകുമ്പോൾ ദൂരെ കിട്ടും, നമുക്ക് കിട്ടില്ല. അവിടെ നിന്നോളി. ഈ ആ വള്ളിയുള്ള കാറ്റാടി ഉണ്ടോ? ഈ വള്ളിയുള്ള അതും ഇതും അതിൻ്റെ സെൻറ്ററിൽ കണ്ടോ നീണ്ടുപോയതൊന്ന്? അതിലാണ് അവിടെ നിന്നത്. ആദ്യം ഇതിൽ ഇവിടുന്ന് ഓടി ഓടി അറ്റത്തുള്ള എന്തായാലും രണ്ടും തമ്മിൽ എന്തായാലും ഒരു 10-50 മീറ്ററിൻ്റെ അല്ലേ സെൻറ്ററിലുള്ള ഈ മരത്തിൽ കയറിയില്ലേ? ഇത്തരമുള്ള വീഡിയോ ആണ് ചേട്ടൻ എടുത്ത് ആ വീഡിയോ കാണുന്നത്? അതാണ് വീഡിയോ. അതെല്ലാവരും എടുത്തിട്ടുണ്ട് ആണല്ലേ? കാരണം എല്ലാവരും ഇവിടെ നിൽക്കിയിരുന്നു. ഓഹോ, ഇപ്പോൾ സാർ നിൽക്കുന്ന അതേ സ്ഥലത്ത് തന്നെ എല്ലാവരും നിന്ന് ഇവിടുന്ന്. എല്ലാവരും ഈ ഭാഗത്ത് നിന്നാ വീഡിയോ? എല്ലാവരും ഇവിടെ നിന്ന്. ഓഹോ, എല്ലാവരും ഇവിടെ നിന്ന്. എന്നിട്ടും പുള്ളി അകത്തേന്ന് ഇറങ്ങിയില്ല? പുള്ളി ഇറങ്ങാൻ കഴിയുന്നില്ല, കാരണം മറ്റേതൊക്കെ വട്ടട്ട് നിൽക്കില്ല. ഓഹോ, അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ ചോരനായ്ക്കളുടെ ശല്യം ഉണ്ടോ? ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ടല്ലേ? അതല്ല ചോദിക്കണ്ടേ, പുലിയുടെ ശല്യം ഉണ്ടോ ഇവിടെ? പുലി അങ്ങനെ നമ്മൾ കാണലുണ്ട്, പക്ഷെ ഇത്ര അടുത്ത് നമ്മൾ ആദ്യമായിട്ട്. ആണല്ലേ? എല്ലാം രാത്രി വന്ന് ഓരോന്നിനെ പിടിച്ചോണ്ട് പോകുന്ന അല്ലാണ്ട് ഇവിടുന്ന് അങ്ങനെ വളർത്തു മൃഗങ്ങളെ പിടിക്കുകയോ ഉപദ്രവിക്കുകയോ അങ്ങനെയൊന്നും നമ്മൾ ഈ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ അടുത്ത് ഇല്ല. പക്ഷെ ഇത് ഒരു അത്ഭുതമാണ്, കാരണം ഇതിങ്ങനെ മേലെ കയറി അവിടെ പതുങ്ങിയിരിക്കുക എന്ന് പറയുമ്പോൾ അതിന് പരിക്കും ഉണ്ടാകാൻ സാധ്യത? സാധ്യത ഉണ്ട്. കടിക്കുന്നൊക്കെ കണ്ടല്ലേ? ഇതിലിട്ടാണ് കടിച്ചത് അവർ. ഇവിടെ ഇട്ടല്ലേ? ഇപ്പോൾ പുലിക്ക് പരിക്കുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് കേട്ടോ പറയുന്നത്. ഈ പ്രദേശത്തുള്ള എല്ലാവരും ആ വീഡിയോ പകർത്തിയില്ല? എല്ലാവരും പകർത്തി. എല്ലാവർക്കും കിട്ടിയില്ല. ഒരു 50-60 ആൾ ജോലിക്ക് പോകല്ലേ എല്ലാവരും. കാരണം ഈ ഒച്ചപ്പാട് കേട്ടപ്പോൾ എല്ലാവരും വന്നപ്പോൾ അവരെല്ലാവരും വീഡിയോ ഉണ്ട്, പകർത്തിയതുണ്ട്. ആണല്ലേ? അപ്പോൾ ഇവിടെ ഈ ഇപ്പോൾ എന്നാ ഇത് ഫോറസ്റ്റുകാരും എല്ലാം അറിയിച്ചോ? ഫോറസ്റ്റ് അറിയിച്ച് ഫോറസ്റ്റ് വന്ന് അവർ വേണ്ട നടപടി എടുക്കാതെ കൊണ്ട് അവർ പോയിട്ടുണ്ട്. ആണല്ലേ? എന്താ അവർ കൂട് വെക്കുക അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ? കൂട് വെക്കാൻ അതിൻ്റെ സാധ്യത അല്ല. അവരാദ്യം വന്നൊക്കെ നോക്കി എന്താണ് അതിൻ്റെ സ്ഥിതി നോക്കി, വീണ്ടും വരികയാണെങ്കിൽ കൂടി വെക്കുമായിരിക്കും. ആണല്ലേ? ഇതിന് മുന്നേ ഇങ്ങനെ ഇവിടെ പുലിയുടെ ഇല്ല, ഇങ്ങനെ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല. ഇല്ല. പക്ഷെ എന്നാലും പുലി സാന്നിധ്യം ഉണ്ട്. പുലി സാന്നിധ്യം ഉണ്ട്. ഈ തേയിലത്തോട്ടം എല്ലായിടത്തും ഇഷ്ടം പോലെ സാന്നിധ്യം ഉണ്ട്. നേരിട്ട് കാണാൻ കിട്ടുന്നില്ല. നേരിട്ട് കാണുന്നത് അത് നമ്മൾ ഇന്നാണ്. പലയിടത്തും ഇങ്ങനെ മൃഗങ്ങളെ പിടിക്കുന്നത് കേൾക്കുന്ന വാർത്ത. ഞാൻ മാത്രമല്ല കണ്ടു, ഒരു 50-60 ആള് നേരിട്ട് ആൾക്കാർ നേരിട്ട് കണ്ടു. നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ അത് പറയാം, അയാൾ പുള്ളി വേറെ എന്തെങ്കിലും പറയാം, പുള്ളി ഇല്ല എന്നൊക്കെ പറയാം. പുലി വരുന്നേ പറയുമ്പോൾ അതല്ല, എല്ലാവരും ഒരുമിച്ച് കണ്ടത്. അതിനിപ്പോൾ ആർക്കും തർക്കിക്കാൻ പറ്റില്ല. ഏതായാലും സാധനം ഇവിടെ ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ ഉപദ്രവകാരിയല്ല. എല്ലാവരും പുലി മനുഷ്യരുടെ നേരെ അത്രയും വരില്ല. പക്ഷെ എന്നാലും ഈ ചോലനായ്ക്കൾ ഇപ്പോൾ ഉപദ്രവകാരികളാണ്. അത് മനുഷ്യരെ തക്കം കിട്ടിയാലും വട്ടം കൂടുന്നൊക്കെയാണ് പറയുന്നത്. അത് എത്ര എണ്ണം ഉണ്ടായിരുന്നേ? അത് ഞാൻ ഒരു 10-20 മേലുണ്ട്. 20 എണ്ണോ? ഇങ്ങനെ വളഞ്ഞു നിൽക്കുക. 20 എണ്ണോ? 20 എണ്ണത്തിൻ്റെ മേലുണ്ട്. അത്രയൊക്കെ ഉണ്ട്? അതെന്ന് പറഞ്ഞാൽ ഇവിടെ തരുന്ന, കാരണം ഞാൻ നിരന്തരം കാണുന്നതാണ് ഈ സാധനത്തിന്. നമ്മൾ നിരന്തരം കാണുന്ന, അപ്പം നമുക്ക് വേഗം അറിയാം അത് ഇന്ന സാധനമാണെന്ന്. പക്ഷേ ഈ അലർച്ച കേട്ട ഈ ചോലനായ്ക്കളൊക്കെ ഇവിടെ വരെ വരണമെങ്കിൽ അപ്പം ഇത് ഈ പ്രദേശത്ത് എവിടെയെങ്കിലും തമ്പടിക്കുന്നുണ്ടാവുമല്ലോ?
ഒത്തിരി ദൂരം അല്ലാത്ത സ്ഥലത്ത് അല്ല, ഇത് ഇവരിങ്ങനെ കുറേ പോവും. ഇപ്പം ഈ ആട്, കാട്ടാട്, ഈ മൃഗങ്ങളൊക്കെ കൂടിയോണ്ട് ഇഷ്ടംപോലെ ഭക്ഷണം ഉണ്ടല്ലോ. അതെ അതെ അതെ. അപ്പോൾ അതിനവർ വേട്ടയാടി. പുലീനൊക്കെ ഇത് പിടിക്കൂലേ? പുലീനെ ഇത് വേട്ടയാടി. പുലീനെന്ന് ഞാൻ നേരിട്ട് കണ്ടല്ലേ, കടിച്ച് പിടിച്ച് അല്ലേ ആക്രമിക്കുക തന്നെ ശരിക്കും. അതായത് കൂട്ടം കൂടി കഴിഞ്ഞാൽ ഇമാർക്ക് എത്ര വലിയ നമ്മളാണ് പെട്ടു, മനുഷ്യരാണ് പെട്ടു. കൂട്ടം കൂടി കഴിഞ്ഞാൽ അവർ എത്ര വലിയ എതിരാളിയെ അവർ തളർത്തും. ഇപ്പോൾ പുലീനെയും പിടിക്കാൻ ഇവിടെ ആളുണ്ട് കേട്ടോ. അതാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. നമ്മൾ ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ഒരു സംഭവം കേൾക്കുന്നത്. പുലീനെ ചോരനായ്ക്കൾ പിടിക്കുന്ന ഒരു, നമ്മൾ അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടത് ഇതിൻ്റെ മുകളിൽ കൂടെ കയറി പോകുന്നൊരു രംഗം മാത്രമാണ്. പക്ഷേ ഇത്രയും വലിയൊരു കഥ ഇതിനെ പിന്നിലുണ്ടെന്നുള്ളത് നമ്മളിപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത്. ഇവിടെ കൂടുതലും തേയില തോട്ടത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾ, എല്ലാവരും തേയിലയിൽ ജോലി എടുക്കുന്ന ആളുകളല്ലേ. ഇത് HML, ഇത് പോഡർ പ്ലാന്റ്. പോഡാറല്ലേ. അപ്പോൾ നിങ്ങൾ ഏത് ഭാഗത്തായിരിക്കും അപ്പോൾ കൂടുതലും? അത് ഇന്ന സ്ഥലമൊന്നുമില്ല, തേയില ആകുന്നതിനനുസരിച്ച് ആളുന്നനുസരിച്ച് മാറി. അപ്പോൾ നമ്മൾ പോയിക്കോളാം. ഈ ഭാഗത്ത് ഇപ്പോൾ തേയില ഇതെടുത്തിട്ട് കുറച്ചായി കാണും അല്ലേ? ഇപ്പോൾ 2-3 ദിവസം ആയുള്ളൂ. അത്രയോ? അതിനിടയ്ക്ക് അല്ലേ? അപ്പോൾ ആൾക്കാർ ഇന്നലെ പിന്നെ ഞാൻ ഇവിടെ ജോലി എടുത്താ. ഇതിൻ്റെ ഇടയ്ക്കാണ് ആൾക്കാർ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ. ഇത് പിന്നെ 8.8 ഏക്കർ എന്ന് പറയും, 3B, അതായത് ഒരു ഫീൽഡിൻ്റെ. പിന്നെ ഇത് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തേക്ക് ഒന്നുണ്ട്, അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് എല്ലാവരും പണിയെടുക്കുന്നത്. അല്ലേ? അല്ല, ആൾക്കാർ എന്ത് വിശ്വസിച്ചാലേ അപ്പോൾ ഇതിൻ്റെ അകത്തോടെ ഇങ്ങനെ സ്ത്രീകളല്ലേ ഇതിൻ്റെ അകത്തോടെ? കൂടുതലും സ്ത്രീകളാണ്, 90% സ്ത്രീകളാണ്. ആണുങ്ങൾക്ക് എങ്ങനെ ഒരു ഓടുമെങ്കിലും ഓടി രക്ഷപ്പെടാൻ സ്ത്രീകളാകുമ്പോൾ എന്ത് ചെയ്യും, വലിയ പ്രശ്നം. അതൊക്കെ വലിയൊരു പ്രശ്നം തന്നെ കേട്ടോ. നമുക്ക് കാണുമ്പോൾ നമുക്കിതൊരു ഇതായിട്ട് തോന്നുന്നില്ല. ഇവരാരും അങ്ങനെ പരാതിയൊന്നും പറയുന്നില്ല. പക്ഷെ എന്നാലും നമുക്ക് ഇങ്ങനെ കേൾക്കുമ്പോഴല്ലേ. അല്ല, ഫോറസ്റ്റൊക്കെ വേഗം വന്ന് അവർ വേണ്ട നടപടി എടുക്കാന്നൊക്കെ പറഞ്ഞവർ പോയിട്ടുണ്ട്. പക്ഷെ കാണാതെ അവർ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്ക് അവരെ ഒന്നും പറയാൻ പറ്റില്ല, കമ്പനീനൊന്നും പറയാൻ പറ്റില്ല. അല്ല, കമ്പനീനെ എന്നാ പറയാൻ. ഇപ്പം നമ്മളെ രക്ഷ നോക്കുക, അത്രേ ഉള്ളൂ. ഇവിടെ ഈ ഭാഗങ്ങളിലൊക്കെ വളർത്തുമൃഗങ്ങളുണ്ടോ? ഉണ്ട്. ഓ, പട്ടികളൊക്കെ. പിന്നെ ആ പശു, പട്ടിയുണ്ട്, ആട്, പശു ഉണ്ടെങ്കിൽ പട്ടിയുടെ വിടൂല. പട്ടിയാണ് ഇതിന്റെ മെയിൻ മെനു. ഇതിന്റെ വേറൊരു സൂത്രം പറയാം. മെയിൻ മെനു അതാ. അല്ല, വേറെ സൂത്രം പറയാം. ഇവിടെ നമ്മൾ ആസാമീസ് പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ കൂടെ എപ്പോഴും 2 പട്ടി പിന്നെ പണി സ്ഥലത്തേക്ക് കൊണ്ടാക്കും, തിരിച്ചു കൊണ്ടുവരും ചെയ്യും. സ്ഥിരം കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ആ പട്ടികൾ ഇന്ന് അവർ ഇതിൽ ജോലിക്ക് പോകുമ്പോൾ 2 പട്ടി ഇവിടെ വന്ന പട്ടി തിരിഞ്ഞങ്ങോട്ട് ഓടി. ഓ, ഇവര് കണ്ടു, അവർക്ക് മനസ്സിലായി, തിരിഞ്ഞങ്ങോട്ട് ഓടി, ഇവിടെ നിന്നില്ല. അവർക്ക് അവരുടെ ശത്രു മനസ്സിലായി, അവർ തിരിഞ്ഞോടി. പിന്നെ ഈ ഭാഗത്തേക്ക് അവർ വന്നിട്ടില്ല. അല്ലെങ്കിൽ എല്ലാ ദിവസവും പുള്ളി അവരെ അവർ കൊടുക്കുന്ന ഭക്ഷണം കഴിക്കും, തിരിച്ചു പോകും. അതെ. ഈ പുലിയും ഇത്തരം മറ്റേ എന്താ പറയുക, ഇപ്പം ചോരനായ്ക്കളും അല്ലാതെ വേറെ ഒന്നും പ്രശ്നമുണ്ടോ? വേറെ നമുക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ആനയൊക്കെ വന്നിരുന്നു ഇവിടെ. ആന ഇവിടം വരെ എത്തുന്നത് ചൂരമലയെന്ന് വരുന്നത്? അതിങ്ങനെ വരും. ഇത് കൂപ്പാണ്. ഓഹോ. അതിങ്ങനെ വന്ന് അവിടെ വന്നൊക്കെ. പിന്നെ ഇവിടുന്ന് മറ്റേ ബോച്ചെ 1000 ഏക്കർ അധികം ദൂരം ഇല്ലല്ലോ? ഇല്ല, ഇതൊക്കെ അടുത്തടുത്തുള്ള. അല്ല, അവിടെയല്ലേ കഴിഞ്ഞ ദിവസം പുലിനെ കണ്ടെന്ന് പറഞ്ഞ് ചുടുക്ക കൂട് വെച്ച് വെക്കുക അങ്ങനെ ചെയ്തല്ലേ? അപ്പോൾ ഇത് അധികം ദൂരം ഇല്ല? ഇല്ല. അതായത് അധികം ദൂരം, ഇവിടുന്ന് അധികം ദൂരം ഇല്ലാത്തൊരു സ്ഥലത്ത് കൂട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സ്ഥിരമാട്ടോ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഇപ്പോൾ ഈ പ്രദേശത്തൊക്കെ ഉണ്ട്. ആളുകളുടെ മുമ്പിൽ നേരിട്ട് പെടുന്നില്ല എന്നേ ഉള്ളൂ. പല കേസുകൾ, ഇഷ്ടംപോലെ കേസുകൾ ഇവിടെ ഈ പുലിയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്നുണ്ട്. നമ്മൾ തന്നെ ഒത്തിരി വീഡിയോസ് ഇവിടെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. പശുവിനെ ആക്രമിച്ചതുണ്ട്, പട്ടീനെ പിടിച്ചതുണ്ട്, ആടിനെ പിടിച്ചതുണ്ട്. ഈ നമ്മൾ 2 ആഴ്ച മുന്നേ മേപ്പാടി ടൗണിനോട് ചേർന്നുള്ള ഭാഗത്ത് ആടിനെ പിടിച്ച വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇതെല്ലാം ഇത് മേപ്പാടി ടൗണിൽ നിന്ന് 3 കിലോമീറ്ററൊക്കെ അല്ലേ ഉള്ളൂ ഇങ്ങോട്ട്? അത്രേ ഉള്ളൂ. കറക്റ്റ് സ്ഥലം നെല്ലിമുണ്ട 1 മൈൽ അല്ലേ? നെല്ലിമുണ്ട 1 മൈൽ. ഇതാണ് ഇവിടുത്തെ ഒരു സാഹചര്യം കേട്ടോ. ഇവിടെ അങ്ങനെ തെരുവുനായ്ക്കളുണ്ടോ ഇഷ്ടംപോലെ? അതായത് ഈ 1 മൈലിൽ നിന്ന് അങ്ങനെ പോയി കഴിഞ്ഞാൽ 5 റോഡ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഇഷ്ടംപോലെ തെരുവുനായ്ക്കളുണ്ടാവും. പക്ഷെ ഒരു സമയം കഴിഞ്ഞ് ഇതിനൊന്നും കാണുന്നില്ല. ഇപ്പം ഇതുങ്ങളുടെ എണ്ണം കുറയുന്നതായിട്ട് തോന്നുന്നുണ്ടോ? എപ്പോഴും എത്രയോ ഉണ്ടായിരുന്നു, എല്ലാം കുറഞ്ഞ്. അല്ലേ? അത് മിക്കവാറും ഇത് പിടിച്ച് തീർക്കുന്നതായിരിക്കും. ഇത് പിടിച്ച് പോകുന്നതന്നെ അല്ലേ? ഇവിടെ ഏറ്റവും പറഞ്ഞു. ഇപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്ന് ഇവിടെ ഈ പിന്നെ പോഡോ പ്ലാന്റേഷൻ തന്നെ 11ാം നമ്പർ എന്ന് പറയും. അവിടെ രാവിലെ 2 ആൾ ജോലിക്ക് വിട്ട് അവർ പോയപ്പോൾ ഇതുപോലെ ചോരനായ്ക്കൾ ഒരു ആടിനെ വളഞ്ഞ്, കാട്ടാടിനെ വളച്ചിന് പിന്നെ തിന്നുകയാണ്. ഇവർക്ക് ജോലിക്ക് കയറാൻ കഴിഞ്ഞില്ല. എവിടെയായിട്ടാ സ്ഥലം? ഇവിടുന്ന് ഇച്ചിരി അങ്ങ് പോകണം. ഇത് തന്നെ അവർക്ക് ജോലി കയറാൻ കഴിഞ്ഞില്ല. പിന്നെ അവർ സൈഡ് മാത്രം എടുത്തിട്ട് പോയി. ആടിനെ അവരപ്പോൾ സൈഡാക്കി. അതിന്റെ എന്തെങ്കിലും ഫോട്ടോ വല്ലതും ഉണ്ടോ? ഇല്ല. അല്ല, ഇത് പെട്ടെന്നുള്ള വെപ്രാളല്ല, ആരും അതിന് നിൽക്കുന്നില്ലല്ലോ. പിന്നീട് അങ്ങോട്ട് ആ ഭാഗത്തേക്ക് ആ സ്ഥലം നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുമോ? ഇവിടുന്ന് കാണാം. ഇവിടുന്ന് കാണാം. നമുക്ക് അവിടെ പോകണം.
നമ്മളിപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ് കാട്ടാടിനെ നാട്ടിൽ പിടിച്ച പ്രദേശത്തേക്കാട്ടെ പോകുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ 11-ാം നമ്പർ. ഇവിടുന്നാണ് അതിനെ കണ്ടത്. ഇവിടുന്ന് ആ സംഭവം ഉണ്ടായേ? ഇവിടുന്ന്. അതായത് ഇവിടുന്നോ? ഇതിങ്ങനെ ഈ ഭാഗത്തായിട്ട് പിടിച്ച ഇതങ്ങനെ അങ്ങോട്ട് പോയി. എന്നിട്ട് ആടോ? ആട് അല്ല, ചോലനായ്ക്കൾ ഇതിനെ വേട്ടയാടി പോവാണ് അങ്ങോട്ട്. ആണല്ലേ? ഓ, അങ്ങനെ കൊണ്ടുപോയി ഇതല്ലേ? അങ്ങനെ കൊണ്ട് പിന്നീട് എവിടെയെങ്കിലും അതിൻ്റെ അവശിഷ്ടം കാണുമല്ലോ? അങ്ങ് കുറേ അങ്ങ് പോകണം. ആണല്ലേ? അതൊക്കെ അപ്പം തന്നെ പോയി. ആണല്ലേ? കണ്ടോ അവശിഷ്ടം കിടക്കുന്ന? അവരൊക്കെ കണ്ട് പണിക്കാർ കണ്ട അപ്പം തന്നെ എടുത്ത് മാറ്റി ചെയ്തു. ആണല്ലേ? ഓഹോ. അപ്പം ഞാൻ അങ്ങനെ കാണൂല. അത് കാട്ടാടല്ലേ? കാട്ടാട്. കാട്ടാടെന്ന് പറഞ്ഞാൽ കേഴമാനാണോ ഉദ്ദേശിക്കുന്നത്? അല്ല 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 അല്ല. പിന്നെ ഏതാ? നമ്മൾ ഈ നാട്ടാടുണ്ടല്ലോ, അതേ മോഡലാണ് കാട്ടാടുണ്ട്. കാട്ടാടുണ്ട്. ഈ മറ്റേ ഇവിടെയൊക്കെ മൂന്നാറിലൊക്കെ ഉള്ള പോലത്തെ ആ സാധനം? ഇത്ര ഉണ്ടാവുള്ളൂ. ഭയങ്കര ഓട്ടം ഓടുക. പാറയിൽ കൂടെ ഒക്കെ കയറി പോകുന്ന സാധനം? പാറയിൽ കൂടെ പോകണമെന്നല്ല. അല്ല അല്ല അല്ല, ആ സാധനമല്ല. അതല്ല. ഓ, അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലേ കാട്ടാട് എന്ന് പറഞ്ഞിട്ട്? കാട്ടാട്. ഞങ്ങളങ്ങനെ മലയാളത്തിൽ നമ്മൾ നാടൻ ഭാഷയല്ല, ഞങ്ങൾ കാട്ടാട് എന്ന് പറയും. അറിയാല്ലേ? അല്ല, ചിലർ ഈ കേഴമാൻ ഇല്ലാത്ത വേറുണ്ട് ഒരു മാനുണ്ട്. അത് മാനാണ്, അത് കേഴമാന്. അതല്ല, അത് കുരയ്ക്കുന്ന അതല്ല. അതിനെ ചിലർ കാട്ടാടെന്ന് വിളിക്കുന്നുണ്ട്. ചില ഭാഗത്ത് ഓരോരോ. ഈ ചോലനായ്ക്കളെ തന്നെയാണ് ഈ പട്ടിപ്പുലി എന്ന് വിളിക്കുന്നത്? അല്ല 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 അല്ല, അത് വേറെ തന്നെ. പുള്ളിപ്പുലി തന്നെയാ? അത് ഈ പുള്ളിപ്പുലിന്റെ ഇച്ചിരി കൂടെ ചെറുത്. ഈ പുള്ളിപ്പുലിയുടെ ചെറിയ സൈസിനെയാണ് ഇന്ന് കണ്ടത്. ശരിക്ക് നല്ല ഏതാണ്ട് ഒരു ഇത്രയൊക്കെ വരുന്നുണ്ട്. വലുതല്ലേ? ഓ, വലുത് വലുത്. വീഡിയോ കാണുമ്പോൾ നമുക്ക് അത്ര വലുപ്പം തോന്നുന്നില്ല. പക്ഷെ വലുതാണ്. വലുതാ. ആ ചേട്ടൻ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടു. അതുപോലെ തന്നെ ആ ഒരു വിഷ്വലും കണ്ടു. ഇതാണ് നമ്മളിവിടെ വന്നപ്പോൾ കണ്ടതും അതുപോലെ തന്നെ കേട്ടതുമായ കാര്യങ്ങൾ. ഈ പ്രദേശത്ത് വന്യമൃഗശല്യം, അതായത് പുലിയുടെയൊക്കെ ശല്യം നിരന്തരമായിട്ടുള്ള പ്രദേശമാണ്. ആളുകൾ നേരിട്ട് അങ്ങനെ കാണൽ കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ സാന്നിധ്യം ഇവർക്ക് കൃത്യമായിട്ട് കുറേ കാലങ്ങളായിട്ട്, വർഷങ്ങളായിട്ട് ഉള്ളതാണ്. പല സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ ഇതിനു മുന്നേ ഈ ഒരു അടുത്ത പ്രദേശങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഇതുപോലെ പുലിയുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് നമ്മൾ കാണിച്ചാണ്. ആടിനെ പിടിച്ചതും പശുവിനെ പിടിച്ചതും അതുപോലെ തന്നെ കൂട്ടിൽ കയറിയതും അതുപോലെ തന്നെ കെണിയിലാകപ്പെട്ടതൊക്കെ നമ്മൾ കണ്ടതാണ്. ഏതായാലും അതിനോടൊക്കെ ചേർന്ന് ഇപ്പോൾ മേപ്പാടിയിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ മാറിയിട്ടുള്ള നെല്ലിമുണ്ട 1-ാം മൈലിൽ നിന്ന് വന്ന പ്രദേശത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഇതാണ് നമ്മളിന്ന് ഇവിടെ വന്നപ്പോൾ കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ആ പുലിയുടെ ഒരു സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പുലിയെ ചോലനായ്ക്കൾ, അതായത് വൈൽഡ് ഡോഗ്സ് എന്ന് വിളിക്കുന്ന ആ ചോലനായ്ക്കൾ, കാട്ടുപട്ടികൾ എന്നൊക്കെ വിളിക്കുന്ന ചോലനായ്ക്കൾ ഓടിച്ച് കൊണ്ടുവന്ന് അല്ലെങ്കിൽ വേട്ടയാടിക്കൊണ്ടിരുന്ന സമയത്താണ് അത് ചാടി മരത്തിൽ കയറി. ഇത് ആദ്യം ഒരു മരത്തിൽ കയറി, പിന്നീട് ഇറങ്ങി രണ്ടാമത്തെ ഒരു മരത്തിൽ കയറി. അത് കുറച്ച് നേരം ആ പ്രദേശത്തുണ്ടായിരുന്നു. പക്ഷേ വീഡിയോ ആൾക്കാരൊക്കെ എടുത്തു വന്നപ്പോഴത്തേക്കും കുറച്ച് നേരമായിപ്പോയി എന്ന് മാത്രം. ഏതായാലും അതിൻ്റെ മേത്തൊക്കെ കടിച്ചു പിടിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഇവരൊക്കെ പറഞ്ഞത്. അങ്ങനെ ഒരു വിവരം നമ്മൾ വേറെ എവിടെ നിന്നും കേട്ടിട്ടില്ല. അപ്പോൾ ആ പുലിക്ക് സ്വാഭാവികമായിട്ടും പരിക്ക് പറ്റിയിട്ടുണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് ഇവിടെ വന്നപ്പോൾ നമ്മൾ അറിഞ്ഞ ഒരു കാര്യം. വന്യമൃഗശല്യം ഇപ്പോൾ ദിവസം തോറും ഓരോ തരത്തിലും വയനാട്ടിലെ പല ഭാഗത്തും ഇപ്പോൾ വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യമാണുള്ളത്. ആനയായിട്ടും കടുവയായിട്ടും പുലിയായിട്ടും ഒക്കെ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഇപ്പോൾ പുതിയൊരു സംഭവം കൂടെ ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഏതായാലും ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിലൂടെ കാണിക്കാവുന്നത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.